കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞെങ്കിലും ദുരിതമൊഴിയുന്നില്ല. കക്കയം ഡാം തുറന്നതോടെ പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. കക്കോടി, കണ്ണാടിക്കൽ മേഖലകളെല്ലാം വെള്ളക്കെട്ടിലാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വളരെ പതുക്കെയാണ് വെള്ളം ഇറങ്ങുന്നത്. ജില്ലയിൽ 1000-ലധികം പേരാണ് ഇപ്പോൾ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത്. കണ്ണാടിക്കലിൽ വലിയ തോതിൽ വെള്ളം വീടുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറ്റി പാർക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി. 2018-ലും 2019-ലും ഇവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷമൊന്നും കാര്യമായ വെള്ളം കയറിയിട്ടും ഇല്ല. ഇപ്പൊ കുറെ കാലമായി ഇവിടെ താമസിക്കുന്നത്? ഞാനിവിടെ ജനിച്ച തന്നെ. 10-70 വയസ്സായി. ഇങ്ങനെ വെള്ളം ഒരുപാട് തവണ ഒന്നും കയറിയിട്ടില്ലല്ലോ? ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നത് പെട്ടെന്ന് എല്ലാ സ്ഥലത്തും കൂടെ തുറന്നു കഴിഞ്ഞാൽ പൊട്ടിയിട്ടൊക്കെ കൂടെ വന്നാണ്. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ വീട് കണ്ടില്ലേ? വീടിന്റെ പകുതിയിലധികം മുങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്. ആ കിടപ്പ് രോഗിയെ മാറ്റുന്നതിന് വേണ്ടി ഫയർഫോഴ്സിന്റെയും MLA K. ജയന്തിന്റെയും നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലേക്ക് എത്തിയതാണ്. അതെ, 2018 ഇവിടുത്തെ ടോപ്പ് വെള്ളപ്പം. അന്ന് രണ്ടുപേര് മരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ വർഷമൊക്കെ എന്തായാലും ഇല്ല, വെള്ളം കയറിയിട്ടില്ല. ഇപ്പൊ വർഷങ്ങളായിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം ഒരു ടൈം മാത്രം കുറച്ച് വെള്ളം വന്നു. ഇതിന്റെ അത്ര ഇല്ല. ഇതുപോലെ ഒന്നും വന്നില്ല. വെള്ളം പൊതുവെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ, വലിയ മഴ ഇല്ല എന്നൊരു ആശ്വാസം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ഞാനുള്ളത് കക്കോടി പാലത്തിന് സമീപമാണ്. തൊട്ടപ്പുറത്ത് പൂനൂർ പുഴ കരകവിഞ്ഞ് കലിതുള്ളി ഒഴുകുകയാണ്. ഈ കാണുന്ന റോഡ് ഇത് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇത് ആരംഭത്തിലൊന്നും അത്രത്തോളം വെള്ളമില്ലെങ്കിൽ പോലും അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും കഴുത്തറ്റം വരെ വെള്ളമുണ്ട്. ചിലടത്തൊക്കെ വല്ലാത്ത കുത്തൊഴുക്കാണ്. അവിടെ ഒരു 10-50 വീട്ടുകാർ ഉണ്ട്. അവിടെ വെള്ളം കയറില്ല എന്നുള്ള നിലവിൽ ഇപ്പോൾ കയറുന്നില്ല. രാത്രി 1 മണി വരെ വെള്ളം ഓൾറെഡി കയറിക്കൊണ്ടിരുന്നേ. ഇപ്പോൾ അതേ ലെവലാണ് നിൽക്കുന്നത്. ഇനി ഷട്ടർ തുറക്കുകയാണെങ്കിൽ അവർക്കുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. 100-ലധികം വീടുകളുണ്ട്. കുറേ സ്വയം ഒഴിഞ്ഞു പോയലുണ്ട്. കുറേ എന്നുള്ള നാട്ടുകാർ തന്നെ പോകുന്നു. പിന്നെ കുറേ വരാത്ത ആളുകളാണ്. വല്ല ശക്തമായിട്ടുള്ള വെള്ളം കയറ്റാണെങ്കിൽ ഒരു പെട്ട് അങ്ങനെ തന്നെ പറയാം. ഇവിടെ ഈ കണ്ണാടിക്കലിൽ റോഡിന്റെ ഇരുഭാഗത്തും ഇങ്ങനെ കിലോമീറ്ററുകളോളം തന്നെ വെള്ളം കയറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ വീട്ടിലേക്കൊന്ന് കയറി വീട്ടിൽ സ്റ്റെപ്പിൽ കയറി നിൽക്കുന്നുണ്ട്. അവിടെ താന്നു വരുന്നുണ്ട് വെള്ളം. എന്തായാലും വെള്ളം കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നത് മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം പൂനൂർ പുഴയിൽ വലിയ രീതിയിൽ വെള്ളം ഉച്ചയോടുകൂടി ഉയർന്നിരുന്നു. കക്കയം മേഖലയിലടക്കം പെയ്ത മഴയുടെ ഇഫക്റ്റാണ് അവിടെ ജലനിരപ്പ് ഉയരാൻ കാരണമായത്. പൂനൂർ കട്ടിപ്പാറ റോഡിൽ വെള്ളം കയറി. ഏതായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അത്രയും അളവിൽ വെള്ളം കയറിയിട്ടില്ല എന്നതുകൊണ്ട് ദുരിതം കുറച്ച് കുറഞ്ഞു നിന്നു എന്നതാണ്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ആകെ നോക്കുന്ന സമയത്ത് മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് വലിയ കാലതാമസം നേരിടുന്നു എന്നതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസത്തിലാക്കിയിട്ടുള്ളത്.